കുറച്ച് തിരക്കിൽ പെട്ടുപോയി. അതുകൊണ്ട് തന്നെ വീഡിയോസ് ഇടാനും പറ്റുന്നുണ്ടായിരുന്നില്ല. ഹെയർ കെയർ ചെയ്യാനും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ ഇപ്പോൾ മുടി കൊഴിച്ചിലുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, എൻ്റെ മുടി ഇന്ന് കൊഴിഞ്ഞതാണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ചെയ്യാമെന്ന്. ഞാൻ എന്താണോ മുടിയിൽ തേക്കുന്നത് അതാണ് കേട്ടോ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാറുള്ളത്. വീഡിയോയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഞാൻ ഒരു അലോവേരയുടെ ലീഫും അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ ഇലയും ചെമ്പരത്തിയുടെ പൂവും തുളസിയുടെ ഇലയും എടുത്തിട്ടുണ്ട്. കയ്യൂന്നിയുടെ ഇല എടുത്തിട്ടുണ്ട്. ഇത് ഏത് ഇലയാണെന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഞ്ഞുണ്ണി, കയ്യൂന്നി, ഭൃംഗരാജ എന്നൊക്കെ പറയും. ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു തുണി ഉപയോഗിച്ച് ഒന്ന് അരിച്ചെടുക്കണേ. ഞാനൊരു നെറ്റിൻ്റെ തുണി ഉപയോഗിച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ നമുക്ക് അരിച്ചെടുക്കാനായിട്ട് പറ്റും. ഇതിലേക്ക് മൈൽഡായിട്ടുള്ള ഷാമ്പു കുറച്ച് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ മുടി അനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മുടിയിലും തലയോട്ടിയിലൊക്കെ നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. അഴുക്കുകളൊക്കെ നല്ലതുപോലെ പോകും. മുടി വളരാനും നല്ലതാണ്, മുടി കൊഴിച്ചിൽ മാറാനൊക്കെ ഒരുപാട് നല്ലതാണ്. ഹെയർ കെയർ ചെയ്യാനായിട്ട് മടിയായിട്ടൊന്നുമല്ല കേട്ടോ. എനിക്കങ്ങനെ ഹെയർ കെയർ ചെയ്യാനായിട്ട് മടിയായിട്ടുള്ള ഒരാളൊന്നുമല്ല. മക്കൾക്ക് പരീക്ഷയാണ്, പിന്നെ ടിൻസ് ബേബീസ് ഭയങ്കര വഴക്കാണ്. അപ്പോൾ അവരുടെ പുറകെ നടക്കുന്നതുകൊണ്ട് എനിക്ക് ഒന്നിനും സമയം കിട്ടാറില്ല. അപ്പോൾ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണേ. ഞാൻ ഈ രീതിയിലാണ് മുടി കഴുകാറുള്ളത്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോസൊന്നും ചെയ്യാത്തതെന്ന്. അപ്പോൾ അവരോടൊക്കെ ഒരുപാട് സ്നേഹമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ, താങ്ക് യു.